അങ്ങനെ ആദർശിന്റെ മനസ്സിൽ നയനോടുള്ള സംശയം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബിയും ജലജയും നയനില്ലാത്ത സമയം നോക്കി നയയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും ആ മെസ്സേജിനൊക്കെ റിപ്ലൈ അയക്കുകയും ചെയ്യുന്നത് ആദർശാണ്. അങ്ങനെ ആദർശിന് നയനയോടുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് കേട്ടോ. കാരണം അപ്പുറത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് സംശയിക്കില്ലേ. അങ്ങനെ നയന വന്ന് ഡോറ് ഇങ്ങനെ മുട്ടുമ്പോഴേക്കും ആദർശ് പെട്ടെന്ന് ആ ഫോൺ ഹൈഡ് ചെയ്ത് ലോക്കാക്കി വെച്ചതിന് ശേഷം അവിടെ മാറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ലോക്ക് കഴിക്കുന്നുണ്ട് ഡോറിൻ്റെ. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, ആദർശിന് എന്താ സംഭവിച്ചേ? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ, ഒരു സമാധാനം ഇല്ലാത്തതുപോലെ എപ്പോഴും വന്ന് ഈ റൂമിലിരിക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആദർശേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുക, ഓഫീസിലെ വർക്കിൽ പോലും യാതൊരു കോൺസെൻട്രേഷനും ഇല്ലല്ലോ. എന്താ ആദർശേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല, ദയവ് ചെയ്ത് നീ ഈ മുറിയിൽ നിന്ന് പോവാണെങ്കിൽ അത് തന്നെ എനിക്ക് വലിയ കാര്യമെന്ന് പറയാണ്. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ, വിശ്വസിക്കുന്നവരെല്ലാവരും നമ്മളെ ചതിക്കുക, അതൊക്കെ കേൾക്കുമ്പം അതൊക്കെ ആകുമ്പം പിന്നെ എങ്ങനെ മനുഷ്യന് മനസ്സമാധാനം കിട്ടും? ആദർശിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് തുറന്നു പറ, അല്ലാതെ ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിച്ചാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. താഴെ അമ്മയും ബാക്കി എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. ആദർശത്തിന് എന്തോ സംഭവിച്ചു, എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അതുമാത്രമേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുമ്പം എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചോദിക്കുമ്പം ഒന്നുമില്ല, ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ പതിയെ അവിടെ ഒന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇത് ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓഹോ, ഇത്ര നേരം മെസ്സേജ് അയക്കാത്ത എന്നാന്ന് അറിയാൻ വിളിക്കാൻ പോകാതിരിക്കും അവൾ എന്നൊക്കെ മനസ്സിലിങ്ങനെ കരുതാണ്. നയനയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വിളിക്കുന്നത് ജയനെയാണ് കേട്ടോ. ജയനെ വിളിച്ചിട്ട് ജയനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ആദർശേട്ടന് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ തൊട്ട് ആദർശേട്ടൻ വല്ലാത്തൊരു മൈൻഡില്ല, ആഹാരം ഒന്നും ശരിക്കും കഴിക്കുന്നില്ല, ഓഫീസിൽ നിന്നാണെങ്കിൽ പോലും നേരത്തെ വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതേ മോളെ ഞാനും ശ്രദ്ധിച്ചു, ഇനി നിങ്ങൾ തമ്മിൽ വല്ല വഴക്കമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കങ്ങളും ഇല്ല എന്ന് പറയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല അച്ഛാ, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. രാവിലെ ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പം എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു, ശേഷം ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് തിരികെ വന്നിട്ട് വീണ്ടും ഒന്നും കഴിക്കാതെ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മുറിയിലേക്ക് വന്ന് കഥ കടച്ച് ഒരേ ഇരിപ്പാണ് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും കാരണം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോള് സമാധാനപ്പെട്, ഇവിടെ ഓഫീസിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവൻ്റെ മനസ്സെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, മോള് വിഷമിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആദിശേട്ടൻ ഒരു വക പോലും കഴിക്കുന്നില്ല, എപ്പോഴും മുറിയിൽ കയറിയിട്ട് അടച്ചിരിപ്പാ, ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, മോള് താഴോട്ട് പോയിക്കോ, അതാ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഫോണ് കട്ടാക്കിയിട്ട് മുറിയിലേക്ക് വരുന്നുണ്ട്. എന്താ ആദർശേട്ടാ, ശരിക്കും എന്താ ആദർശേട്ടന് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, പറ്റിയതൊക്കെ മറ്റു പലർക്കും ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഒരു ഭർത്താക്കന്മാരേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ആദർശേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതെല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പലരുടെയും പെരുമാറ്റം അങ്ങനെയൊന്നുമില്ല, അവർക്ക് മറ്റാരെയൊക്കെ വേണം എന്നൊരു തോന്നലാണെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടൻ ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞ് സംസാരിക്കാതെ കാര്യം പറ, എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നു, എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ പിണങ്ങുന്നതെന്ന് ഓർത്തിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന വീണ്ടും ആദർശേട്ടൻ ചോറെടുക്കട്ടെ ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ട, ദയവ് ചെയ്ത് സ്വസ്ഥത തരാമോ, ഒന്ന് ഇറങ്ങി പോകാമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും നയന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് വീണ്ടും ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്കിന്ന് രാത്രിയിൽ കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ന്യൂസ് എല്ലാം അങ്ങോട്ടേക്ക് നേരിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. അബിയോട് പറയാണ്, എടാ ആദർശ് മുറിയിൽ നിന്നും നയനെ ഇറക്കി വിട്ടിട്ടുണ്ട്, അവളുടെ കയ്യിൽ എന്തായാലും ഫോണില്ല, അപ്പോൾ ഇനി മെസ്സേജ് അയക്കാൻ പോകുന്നത് ആദർശായിരിക്കും, നീ നോക്കിയും കണ്ടോ അയച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അമ്മീന്നും പറഞ്ഞിട്ട് അബി മെസ്സേജ് അയക്കുന്നുണ്ട്. ആദർശ് പറയാണ്, അല്ല നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് കണ്ടാലോ എന്ന് ചോദിക്കുമ്പം അബി പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ എപ്പോഴും റെഡിയല്ലേ, നീയല്ലേ, ആദർശ് ഉറങ്ങിയിട്ടില്ല, അവർ ഉറങ്ങിയിട്ടില്ല, CCTV ഉണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറയുന്നത്. ഞാൻ വീടിൻ്റെ വെളിയിൽ വന്ന് നിൽക്കാം, സെക്യൂരിറ്റി ഉറങ്ങുന്ന സമയത്ത് നീ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ മതി, CCTV ഒന്നും എപ്പോഴും ഒന്നും ആരും ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ, അങ്ങനെ ചെക്ക് ചെയ്യാൻ തന്നെ നീ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി, നീ നിൻ്റെ സാരി തലപ്പ് തലയാക്കൊരിട്ട് ഇറങ്ങി വന്നാൽ മതി, എന്നിട്ട് നീ എല്ലാന്നും പറഞ്ഞ് അങ്ങ് വാദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് മനസ്സിൽ പറയാണ്, ഇങ്ങനെ എത്ര പ്രാവശ്യം അവർ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നെ വെറും ഫൂളാക്കാൻ വേണ്ടി എനിക്ക് ഇനി ഉറങ്ങിക്കിടക്കാൻ വല്ല മയക്കുമരുന്ന് തരുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാമെന്നൊക്കെ ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ ആദർശിന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്.
അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് നയന പതിയെ എണീക്കുന്നുണ്ട്. നയന എഴുന്നേറ്റിട്ട് പതിയെ ആദർശ് അറിയാതെ മുറിയിൽ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഓർക്കുകയാണ് ആ മെസ്സേജൊക്കെ അവൾ കണ്ടു കാണും. രാത്രിയിൽ വരാൻ പറഞ്ഞ അയച്ച മെസ്സേജ് ഞാൻ ഡിലീറ്റ് ആക്കിയതാണല്ലോ, പിന്നെ എങ്ങനെ അവൾ അറിഞ്ഞു കാണും, വേണമെങ്കിൽ അവൻ ഒന്നുകൂടെ വിളിച്ചിട്ട് ചോദിച്ചു കാണും, നമുക്ക് രാത്രിയിൽ കാണാൻ വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ അവൾ മനസ്സിലാക്കി കാണുമെന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഇന്ന് ഇവളെ കയ്യോടെ പിടികൂടി എല്ലാവരും മുമ്പിൽ ഇട്ട് കൊടുക്കണം, അങ്ങനെ ഇവളെയും ഇവളുടെ ചേച്ചിനെയും ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്ന് ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. ഇങ്ങനൊരു കള്ളിയെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. മുത്തശ്ശനൊക്കെ എന്ത് സ്നേഹമായിട്ടുള്ള കണക്കാക്കുന്നത്, എന്ത് വിശ്വസിച്ചാണ് ഇവിടെ നോക്കുന്നത്, എല്ലാം കള്ളമായിരുന്നു എന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മുത്തശ്ശൻ്റെ മനസ്സ് വേദനയ്ക്കായിരിക്കും. സാരമില്ല, അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവളുടെ പുറകെ പമ്മി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ കഥക് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആദർശ് നോക്കി നിൽക്കുകയാണ് കേട്ടോ, അവൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോഴേക്കും നമ്മുടെ അഭിയും ജലജയും കൂടെ ഉണ്ടല്ലോ ഒരാളെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നയന പുറത്തേക്ക് എന്തായാലും ഇറങ്ങുമല്ലോ, ആ ഒരു സമയം നോക്കിയിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊരു ഗുണ്ടനെ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പം നയന ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു വിശ്വാസം പോലും അബിക്കില്ലല്ലോ. അപ്പം അബി ഓർക്കുകയാണ് ഇനി എന്ത്, അബിയോട് ജലജ പറയുന്നുണ്ട്, എടാ എന്തായാലും നയനെ ഇറങ്ങി വരില്ല, അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പം അതിനൊക്കെ വഴിയുണ്ടാമേ, ആദർശേട്ടൻ ഇറങ്ങി വരുമല്ലോ. ഈ സമയത്ത് ആദർശേട്ടൻ അവനെ പിടിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് ഇറങ്ങി ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ അവനെ പിടിക്കുമ്പം അവൻ തന്നെ പറയും നയനയാണ് എൻ്റെ കാമുകി എന്ന് പറയും. അമ്മ കണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാതെ ഇങ്ങനെ നയനയുടെ മുറിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് നയന ഇറങ്ങി ചെല്ലുന്നത്. ഇവളെങ്ങനെയാടാ ഇറങ്ങി ചെല്ലുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതാമേ ഞാനും ആലോചിക്കുന്നത്, എന്തായാലും നമ്മുടെ സംഭവം ഏറ്റു, അവൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങിയാലും ആദർശ് ഇതിനാണെന്ന് ഓർത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയും ജലജയും കൂടെ കൂടിയിട്ട് ഇവരെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ നയനയുടെ പുറകെ ആദർശം ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും നയന വരുന്നത് തന്നെ ഡ്രോയിങ് ചെയ്യാനാണ് കേട്ടോ. അവൾക്ക് ആ ഒരു ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് വരച്ചാലേ അവൾക്ക് ആ ഒരു വര ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവൾ പമ്മി വന്നിട്ട് ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങാൻ പോകുന്നത്. അവളിങ്ങനെ അവളുടെ എളിയയിൽ ഇങ്ങനെ ബുക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ആ പുറത്ത് ആ ബൈക്ക് ഇങ്ങനെ കിടക്കുന്നത്. ബൈക്കിൽ ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നയന ഉറക്കമാണ്. ഈ സമയത്ത് ആരും ഇവിടെ നിന്ന് റേസ് ചെയ്യുന്നത്, ഇതെന്താ ഈ സെക്യൂരിറ്റി കേൾക്കുന്നില്ലേ, നല്ല ഉറക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ തന്നെ പോയിരുന്ന് വരയ്ക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് പുറകെ ചെല്ലുകയാണ്. ആദർശ് പുറകെ ചെല്ലുന്നിട്ട് നയന പെട്ടെന്ന് സൗണ്ട് ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആദർശിനെ കാണുകയാണ്. ആദർശ് നയന ഞെട്ടിപ്പോന്നു. എന്താ ആദർശേട്ടാ ഇവിടെയും ചോദിക്കുമ്പോഴേക്കും ഓഹോ എന്നെ നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശൻ എന്തൊക്കെയാണ് പറയുന്നത്, തീരെ പ്രതീക്ഷിച്ചില്ലെന്നോ, ആദർശൻ എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ലടി, എന്നെ പറ്റിക്കാന്ന് കരുതിയില്ലെന്ന് ചോദിക്കുകയാണ്. പറ്റിക്കാന്നോ, ആദർശൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ്. അത് ആദർശേട്ടാ ഞാൻ ഇത് കണ്ടോ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി ഇറങ്ങി വന്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ കരുതുകയാണ് ഓഹോ ഇതായിരിക്കും അവൻ പറഞ്ഞു കൊടുത്ത ഐഡിയ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. മതി ഇനി നീ ഒന്നും പറയണ്ടടി എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് ആ ബൈക്കുകാരനെ കയ്യോടെ പിടികൂടിക്കൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും സെക്യൂരിറ്റി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അബിയും ജലജയും അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. എടാ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പം അബി പറയുന്നുണ്ട്, ഞാൻ എല്ലാവരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മ കണ്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു ഗെയിം ആ ഒരു കളി കണ്ടുകൊണ്ട് അബിയും ജലജയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.